നമസ്കാരം. ഇന്ത്യയിൽ 5G ഉപയോഗിക്കുന്ന ടെലികോം ഉപയോക്താക്കളുടെ എണ്ണം ദിവസത്തിന് ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിയോയും എയർടെലുമാണ് ഇന്ത്യയുടെ 5G വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. അവശേഷിക്കുന്ന ടെലികോം കമ്പനികളിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള BSNLന്റെ 5G വ്യാപനം 2025 ജൂണിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ അവശേഷിക്കുന്നത് വോഡഫോൺ ഐഡിയയാണ്. VIയുടെ 5G എപ്പോൾ എത്തുമെന്ന് മാസങ്ങളായി വരിക്കാരും ടെലികോം രംഗവും ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജിയോയ്ക്കും എയർടെലിനുമൊപ്പം VIയും 5G സ്പെക്ട്രം സ്വന്തമാക്കിയതാണ്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മറ്റുള്ളവർക്കൊപ്പം 5G അവതരിപ്പിക്കാനായിട്ടില്ല. പക്ഷെ 5G അവതരിപ്പിക്കാൻ വൈകിയത് ശരിക്കും തങ്ങൾക്ക് സഹായകമായി എന്നാണ് VI ഇപ്പോൾ പറയുന്നത്. 5G അവതരിപ്പിക്കാൻ വൈകിയതുകൊണ്ട് ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിക്കാനും ചെലവുകൾ നിയന്ത്രിക്കാനും തങ്ങൾക്ക് സാധിക്കുമെന്ന് VI പറയുന്നുണ്ട്. ഫണ്ട് സമാഹരിച്ച ശേഷം 5G അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് VI. തങ്ങളുടെ 4G കവറേജ് വിപുലീകരിക്കാനും ഇന്ത്യയിലെ 17 മുൻഗണനാ സർക്കിളുകളിൽ 5G പുറത്തിറക്കാനും ഇപ്പോൾ VI മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. 5G വ്യാപനത്തിൽ VIക്ക് കൂട്ടായി നോക്കിയയും എറിക്സണും എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. കാരണം ജിയോയിൽ നിന്നും എയർടെലിൽ നിന്നും 5G ഉപകരണങ്ങളുടെ ഓർഡറുകൾ ഈ കമ്പനിക്ക് ലഭിച്ചിരുന്നില്ല. ഇന്ത്യയിൽ ബിസിനസ് ലഭിക്കുന്നതിനായി VIക്ക് ഡിസ്കൗണ്ട് നൽകാൻ നോക്കിയയും എറിക്സണും തയ്യാറാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് VIക്ക് വലിയ സഹായമാവുന്നത് കാരണം കുറഞ്ഞ ചെലവിൽ 5G അവതരിപ്പിക്കാൻ ഇത് VIയെ സഹായിക്കും. ഇന്ത്യയിൽ 2022 5G വ്യാപനത്തിന് തുടക്കമായത്. 5G വ്യാപനം ആരംഭിച്ച 2022 കാലഘട്ടത്തിൽ ലഭ്യമായിരുന്നതിനേക്കാൾ മികച്ച ടെക്നോളജിയും ഡിവൈസുകളും ഇപ്പോൾ ലഭ്യമാണ്. ഇതുപയോഗിച്ച് 5G അവതരിപ്പിക്കുന്നതിലൂടെ ഏറ്റവും പുതിയ ടെക്നോളജി സഹിതം കൂടുതൽ കാര്യക്ഷമതയോടെ 5G സേവനങ്ങൾ അവതരിപ്പിക്കാൻ VIക്ക് സാധിക്കും. അതിനാൽ അല്പം വൈകിയാലും അതിൽ ചില നല്ലത് നടന്നിട്ടുണ്ട് എന്നാണ് VI പറയുന്നതിന്റെ പൊരുള്. തങ്ങൾ വിന്യസിച്ചിട്ടുള്ള TDD റേഡിയോകളിൽ 90% 5G റെഡിയാണ് എന്ന് VI പറയുന്നുണ്ട്. കൂടാതെ അതിന്റെ എല്ലാ പുതിയ ബേസ് ബാൻഡുകളും 5G ശേഷിയുള്ളവയാണ്. സിഗ്നലുകളുടെ പ്രക്ഷേപണവും സ്വീകരണവും വേർതിരിക്കുന്നതിന് സമയം ഉപയോഗിക്കുന്ന ഒരു വയർലെസ് ആശയവിനിമയ ടെക്നോളജിയാണ് ഈ TDD അഥവാ ടൈം ഡിവിഷൻ ഡ്യൂപ്ലെക്സിംഗ് എന്ന് പറയുന്നത്. 5G വ്യാപനത്തിനുള്ള അടിസ്ഥാന ടെക്നോളജിയാണിത്. 4G മൊബൈൽ നെറ്റ്വർക്കുകളുടെ അടിസ്ഥാന ശിലയുമാണ്. ഘട്ടം ഘട്ടമായി 5G റോളൗട്ട് സുഗമമാക്കുന്നതിന് 10G ബാൻഡ് വിഡ്ത്തുള്ള ശേഷിയുള്ള ഒപ്റ്റിക്കൽ എൻഡ് പോയിന്റുകളുടെ 90% തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് VI പറയുന്നത്. അതിനാൽ അധികം വൈകാതെ തന്നെ 5G മത്സരത്തിൽ VIയും അണിചേരുമെന്ന് പ്രതീക്ഷിക്കാം. ജിയോയുടെ 5G വ്യാപനം ഇതിനകം ഏതാണ്ട് പൂർത്തിയാകാറായി. എയർടെലും അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ രാജ്യവ്യാപകമായി 5G വ്യാപനം പൂർത്തിയാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. നിലവിൽ ജിയോയും എയർടെലും സൗജന്യമായാണ് 5G സേവനങ്ങൾ നൽകുന്നത് എന്നാണ് വെപ്പ്. VI കൂടി 5G സേവനങ്ങൾ അവതരിപ്പിക്കുന്നതോടെ അടുത്ത വർഷം 5G സേവനങ്ങൾക്ക് നിരക്കുകൾ നിശ്ചയിക്കപ്പെടുകയും 5G പ്ലാനുകൾ നിലവിൽ വരികയും ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്.